വെൽക്കം ടു ഡയറക്ഷൻ ഇ ലേണിംഗ്. ജോഗ്രഫിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ ജോഗ്രഫി, ബേസിക് ആയിട്ടുള്ള കേരള ഫാക്ട്സും കേരള ഫിസിയോഗ്രഫി, അതേപോലെ തന്നെ കേരളത്തിലെ ഡിസ്ട്രിക്ട്സ്. കേരളത്തിന്റെ മാപ്പാണ് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് വരുന്നത്. കേരളത്തിന്റെ മാപ്പുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഒരു മാപ്പ് ഉപയോഗിച്ച് നമുക്ക് കേരളത്തിന്റെ മാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നോക്കാം? കേരളത്തിന്റെ നെയ്ബേഴ്സ് ആരാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ് മാപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മാപ്പ് അനലൈസ് ചെയ്താൽ ഏറ്റവും മുകളിൽ ഒരു സംസ്ഥാനം ആര് നമുക്ക് വരുന്നുണ്ട്? ഏറ്റവും മുകളിൽ നമുക്കുള്ളത് കർണാടകയാണ്. അതേപോലെ തന്നെ താഴെ ആര് വരുന്നുണ്ട്? താഴെ നമുക്ക് തമിഴ്നാട് വരുന്നുണ്ട്. അപ്പൊ രണ്ട് അയൽ സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത്, കേരളവും തമിഴ്നാടും. അത് തന്നെ മുകളിലെ 3 ജില്ലകൾ മാത്രമായിട്ട് നമുക്ക് എന്ത് വരുന്നുള്ളൂ? കർണാടകയുമായിട്ട് നമുക്ക് അതിർത്തി വരുന്നുള്ളൂ. അവിടെ താഴെയുള്ള ഏകദേശം എല്ലാ ജില്ലകളിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? ഈ ഒരു സൈഡിലെ കിഴക്ക് ഭാഗത്തുള്ള എല്ലാ സൈഡിലെ ജില്ലകളും നമുക്ക് തമിഴ്നാടായിട്ട് അതിർത്തി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആരാണുള്ളത്? ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത് അറേബ്യൻ സീ ആണ്, കടലാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ ഇവിടെ ഒരാളുണ്ട്, ആരാണ്? ഏകദേശം ഈ ഒരു റെഡ് മാർക്ക് അല്ല, ഏകദേശം ഈ ഒരു ഭാഗത്തേക്കാണ് വരിക. ആ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത് മാഹിയാണ് വരുന്നത്. മാഹി എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള ഒരു യൂണിയൻ ടെറിട്ടറി പ്രദേശമാണ് മാഹി എന്ന് പറയുന്നത്. ഇത്രയും ആളുകളാണ് നമ്മുടെ കേരളത്തിന്റെ അയൽക്കാരായിട്ട് നമുക്കുള്ളത്. ഒരു ഭാഗത്ത് നമുക്ക് കടലാണ്, അറബിക്കടലാണ്. മറ്റു ഭാഗത്ത് 2 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്, കർണാടകയും വരുന്നുണ്ട്, തമിഴ്നാടും വരുന്നുണ്ട്. കേരളത്തിനകത്ത് തന്നെ മറ്റൊരു യൂണിയൻ ടെറിട്ടറി, കേന്ദ്രഭരണ പ്രദേശമായ മാഹിയും കേരളത്തിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അയൽക്കാർ, അതായത് കേരളത്തിന്റെ നെയ്ബേഴ്സ് ആരാന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ നമുക്ക് നോക്കാൻ പറ്റും, ഇതിൽ നമ്മളെ ജില്ലകൾ വരുന്നുണ്ട്, 14 ജില്ലകൾ നിങ്ങൾക്ക് കാണാം. ആ 14 ജില്ലകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. മറ്റു ഫാക്ട്സ് ആയിട്ട് നമുക്ക് ഇതിൽ വരാം. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്? നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? കർണാടകയും തമിഴ്നാടുമാണ് നമുക്ക് നെയ്ബറിംഗ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ district that share border with both Karnataka and Tamil Nadu. കർണാടകയും തമിഴ്നാടുമായിട്ട് ഒരുമിച്ച് ഒരു അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദിച്ചത്. ഉത്തരം എന്താണ്? വയനാട് ജില്ലയാണ്. നിങ്ങൾക്ക് നേരത്തെ മാപ്പിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ വയനാടിന്റെ ഭാഗത്ത് എന്തുണ്ട്? 2 സ്ഥലം, കർണാടകയുമായിട്ടും തമിഴ്നാടുമായിട്ടും നമുക്ക് അതിർത്തി വരുന്നുണ്ട്. അപ്പൊ രണ്ട് സംസ്ഥാനവുമായിട്ട് അതിർത്തി വരുന്ന കേരളത്തിൽ ഒറ്റ ജില്ല മാത്രമേ ഉള്ളൂ. ആ ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. ആ വയനാട്ടിലെ തന്നെ കറക്റ്റ് സ്ഥലം ചോദിക്കുകയാണ് നിങ്ങളോട്. എന്തൊക്കെയാണ്? വയനാട് ജില്ലയാണ്, സുൽത്താൻ ബത്തേരി താലൂക്കാണ്, നൂൽപ്പുഴ പഞ്ചായത്താണ്. അത് ഏതാണ് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് ജില്ല മാത്രം ചോദിക്കും, ചിലപ്പോൾ ഏത് താലൂക്കാണെന്ന് ചോദിക്കും, ചിലപ്പം ഏത് പഞ്ചായത്താണെന്നും ചോദിക്കാം. വയനാട് ജില്ലയിൽ നമുക്ക് 3 താലൂക്കാണ് വരുന്നത്. വൈത്തിരി താലൂക്ക് വരുന്നുണ്ട്, സുൽത്താൻ ബത്തേരിയും അതേപോലെ തന്നെ മാനന്തവാടി താലൂക്കും വരുന്നുണ്ട്. ഈ ഒരു ബോർഡർ ലൈൻ നിൽക്കുകയാണ്, കേരളവും തമിഴ്നാടും ഈ ഒരു ബോർഡർ ലൈൻ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് വരും? നമുക്ക് നൂൽപ്പുഴ പഞ്ചായത്തും വരും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് 2 സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ജില്ല വയനാട്, താലൂക്ക് സുൽത്താൻ ബത്തേരി, അതേപോലെ തന്നെ പഞ്ചായത്ത് നൂൽപ്പുഴ പഞ്ചായത്ത്. പിന്നെ കിഴക്ക് ഭാഗത്തെ മലനിരകൾ. കേരളത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗം എന്താണ്? പടിഞ്ഞാറ് ഭാഗം എന്താണ്? മറ്റ് ജില്ലകളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പരിശോധിക്കാം. കേരളത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് എന്താണ് കിടക്കുന്നത്? മലനിരകളാണ്. മലനിരകൾ എന്ന് പറയുമ്പോൾ പശ്ചിമഘട്ട മലനിരകളാണ്. പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് കർണാടകയിൽ അവിടെയൊക്കെ വരുന്ന മലനിരകളാണ്. അപ്പൊ ആ ഒരു മലനിരകൾ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. കിഴക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കാണാറുണ്ടാവും, ചുരങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഒരുപാട് മലകളും കാര്യങ്ങളൊക്കെ കിഴക്ക് ഭാഗത്ത് വരുന്നുണ്ട്. അതിന് പശ്ചിമഘട്ട മലനിരകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ് നമ്മൾ പറയുക. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ടുള്ള മലനിരകളാണ് കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളത്. പടിഞ്ഞാറ് ഭാഗം നമ്മൾ പറഞ്ഞു അറബിക്കടലാണ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ലകൾ, കർണാടകവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്ന കുറച്ച് ഭാഗങ്ങൾ നമ്മൾ മാപ്പിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ വരാത്ത കുറച്ച് ജില്ലകളുണ്ട്. ഒരു സംസ്ഥാനവുമായിട്ടും അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്നത് കോഴിക്കോടും എറണാകുളവും ആലപ്പുഴയും കോട്ടയവുമാണ്. ഈ 4 ജില്ലകൾക്ക് ഒരു സംസ്ഥാനവുമായിട്ടും കേരളത്തിൽ അതിർത്തി വരുന്നില്ല. അതേപോലെ തന്നെ കോട്ടയത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? ഇതിൽ എഴുതിയ നിങ്ങൾക്ക് വായിക്കാം. ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ല. മുകളിൽ കൊടുത്ത 4 ജില്ലകൾ കൊടുത്തല്ലോ, കോഴിക്കോടും കൊടുത്തു, എറണാകുളവും കൊടുത്തു, ആലപ്പുഴയും കൊടുത്തു. ആ കോഴിക്കോടിനും എറണാകുളത്തിനും ആലപ്പുഴയ്ക്കും ഒരു സംസ്ഥാനവുമായിട്ട് അതിർത്തിയില്ല. പക്ഷെ എന്താ അവർക്കുണ്ട്? അവർക്ക് കടലുമായിട്ട് അതിർത്തി വരുന്നുണ്ട്. കോഴിക്കോടിനായിക്കോട്ടെ, എറണാകുളത്തിനായിക്കോട്ടെ, ആലപ്പുഴയ്ക്ക് ആയിക്കോട്ടെ ബീച്ചുകളുണ്ട്.
കേരളത്തിലെ തീരപ്രദേശം നമുക്ക് ഈ ഒരു ജില്ലകളിൽ വരുന്നുണ്ട്. എന്നാൽ കോട്ടയത്തിന് സംസ്ഥാനവുമായിട്ട് അതിർത്തി വരുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു ബീച്ച് കടൽ പ്രദേശവുമായിട്ടും നമുക്ക് അതിർത്തി വരുന്നില്ല. അതുകൊണ്ട് തന്നെ കോട്ടയം എന്താണ്? കോട്ടയം ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ലയാണ്. കോട്ടയത്തിന്റെ ചുറ്റും എന്താണ് വരുന്നത്? മറ്റ് ജില്ലകളാണ് വരുന്നത്. അപ്പൊ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പല സമയത്ത് ചോദിച്ചിട്ടുണ്ട്. ജില്ലകളാൽ ചുറ്റപ്പെട്ട ജില്ല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ആയിട്ട് നിങ്ങൾ കോട്ടയം കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള ഫാക്ട്, ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫാക്ട്സ് വരുന്നത്.